ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈസിസ് വേൾഡ്. ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ ഞങ്ങളുടെ മോളുടെ വീട്ടിൽ വളർത്തുന്ന 2 പേർഷ്യൻ ക്യാറ്റുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. കുഞ്ഞുമോളാണ് പൂച്ച എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 പേർഷ്യൻ പൂച്ചകളാണ് കേട്ടോ ഉള്ളത്. ആ പൂച്ചകളിൽ ഒരെണ്ണം ആൺപൂച്ചയും ഒരെണ്ണം പെൺപൂച്ചയാണ്. ആൺപൂച്ചനെയാണ് ആദ്യം വാങ്ങിയത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് പെൺപൂച്ചയെ വാങ്ങിയത്. 2 പൂച്ച എടുക്കുന്നതാണ്, എന്നാലാണ് 2 ഉണ്ടെന്ന് മനസ്സിലാവില്ല. പെൺപൂച്ച ചെറിയ പൂച്ചക്കുട്ടിയാണ്. അത് വലുതായിട്ടില്ല, ചെറിയ കുട്ടിയാണത്. ആൺപൂച്ച വലുതാണ്. അപ്പോൾ അവരതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ആൺപൂച്ചയ്ക്ക് ടോമി എന്നും പെൺപൂച്ചയ്ക്ക് കിറ്റി എന്നുമാണ് അവർ പേരിട്ടിരിക്കുന്നത്. അവരുടെ ടോമി നല്ല ട്രെയിമാണ് കിട്ടിയിട്ടുള്ള പൂച്ചയാണ്. അതുകൊണ്ട് അവിടെ ഇവിടെയും പോയൊന്നും അപ്പിയിടൊന്നുമില്ല. അതുപോലെ അവരുടെ ഫുഡ് അതും വെറൈറ്റിയാണ്. അവർക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡുകളൊന്നും കൊടുക്കില്ല. അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഫുഡുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അവർ കഴിക്കുന്നത്. ടോമി ഇവിടെ ടോമി കിറ്റി എവിടെ? കിറ്റിനെ വിളിച്ചിട്ട് വന്ന ദേ വന്നിരിക്കണ. അരുണിമ ദേ വന്നടേ. കിറ്റി വന്നു. കിറ്റി, ഇത് ഞങ്ങളുടെ കിറ്റി അല്ല, ഇത് ഞങ്ങളുടെ ടോമി, ഇത് ഞങ്ങളുടെ കിറ്റി. ഇവിടെ കിറ്റി 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 വിളിയാട്ടെ. ടോമിക്കുട്ടാ കുട്ടികളെടുത്തണ പോലെ ഉണ്ടാവും. കുടിസാനോട് ചേർന്നത് ഇങ്ങോട്ട് നോക്ക്. കുട്ടികളെടുത്തണ പോലെ ഉണ്ടാവും. കുടിസാനോട് ചേർന്നത് ഇങ്ങോട്ട് നോക്ക്. കുട്ടികളെടുത്തേക്കണ പോലെയാണ് അവരതിനെടുത്തുകൊണ്ട് നടക്കുന്നത്. അതേ നോക്ക്, 2 ആളും ഓരോന്നിനെടുത്ത് നിൽക്കുന്നുണ്ട്. കണ്ടോ? വലിയ പൂച്ചന അവനും ചെറിയ പൂച്ചന അവളും എടുത്ത് നിൽക്കുന്നത്. ഈ പൂച്ചനെ പുറത്തേക്കൊന്നും വിടില്ല കേട്ടോ. അത് വീടിൻ്റെ അകത്ത് മാത്രം വളർത്തുന്ന പൂച്ചയാണ്. പിന്നെ പുറത്തേക്ക് തന്നെ ഒന്നിനും പുറത്തേക്ക് വിടില്ല. പേര് വിളിച്ചാൽ അവർ 2 ആളും അപ്പം നോക്കും, തിരിഞ്ഞു നോക്കും. കിറ്റിന്ന് വിളിച്ചാൽ കിറ്റി നോക്കും, ടോമി എന്ന് വിളിച്ചാൽ ടോമി നോക്കും. ഇതുമ്പ കൊടുക്കുന്നുണ്ടുമ്മ ഞാൻ ബോട്ടലിൽ കയറിയിരുന്ന
വന്നതിൻ്റെ മോളി പോ സമയട്ടാ 5 minutes ബ്രേക്ക്. ഇവര് മുകളിൽ ഓപ്പൺ ടെറസിലാണ് ഇവരെ വളർത്തുന്നത്. അവിടെ ഇങ്ങനെ അടച്ചു കൂട്ടിയിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഒരു റൂം പോലെ അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഓടി കളിക്കും ഒക്കെ ചെയ്യാൻ പറ്റും. അവർക്ക് ഫുഡൊക്കെ അവിടെ വെച്ച് കൊടുത്താൽ അവർ കഴിച്ചോളും. അതുപോലെ അവർക്ക് അപ്പിടുന്ന പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ സമയം അപ്പിട്ടോളും. കുറച്ച് നേരം കുട്ടികൾക്ക് ഒരു റിലാക്സിന് വേണ്ടിയിട്ട് അവർ എടുത്ത് താഴത്തേക്ക് കൊണ്ടുവരും. ഇങ്ങനെ കുറേ നേരം കളിക്കും. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ കൊണ്ടുവന്നാക്കും. ഈ പേർഷ്യൻ പൂച്ചകൾക്ക് നല്ല വിലയുണ്ട്. ഒരു പൂച്ചയ്ക്ക് അങ്ങോട്ട് 5000 രൂപയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് അവന് വാങ്ങിച്ചേക്കണത്. അപ്പോൾ 2 പൂച്ചകൾക്ക് ഇപ്പോൾ 10000 രൂപയില്ലേ. അങ്ങനെ നല്ല ലക്ഷറി ലൈഫാണ് ആ പൂച്ചകളുടെ. എല്ലാം കൊണ്ടും ഭക്ഷണം കൊണ്ടും അവരുടെ ഇതുകൊണ്ടൊക്കെ നല്ലൊരു ലക്ഷറി ജീവിതമാണ് ആ പൂച്ചകൾക്ക്. എന്താണ് നിർബന്ധത്തിന് മനുഷ്യരെക്കാൾ സുഖത്തിലാണ് പൂച്ചകൾ താമസിക്കുന്നത്. പൂച്ച വേണമെന്ന് പറഞ്ഞത് പട്ടിന് മേടിക്കാൻ പേടിയായിരുന്നു. പൂച്ചനെ മേടിച്ചു. കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ആ പൂച്ചകളെ വാങ്ങിച്ചിരിക്കുന്നത്. അവർക്ക് നായക്കുട്ടികളെ മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ നായക്കുട്ടികളെ മേടിച്ചു കൊടുക്കാൻ ഭയങ്കര മടി, അല്ല പേടിയായി കാരണം അവർക്ക് പൂച്ചകളെ മേടിച്ചു കൊടുക്കുകയും ചെയ്തത്. വലിയ പൂച്ചയ്ക്കില്ലേ, ആൺപൂച്ചയ്ക്ക് ആ കുട്ടിപ്പൂച്ചനെ ഭയങ്കര കാര്യമാണ്. അത് എവിടെയെങ്കിലും പോയി ഒളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ നടന്ന് അതിനെ തപ്പി കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരും ആ പൂച്ച. കാണാണ്ടിരുന്ന വലിയ വിഷമമാണ് ആ വലിയ പൂച്ചയ്ക്ക്. പിന്നെ ഇവരുടെ സൗണ്ട് ഭയങ്കര ചെറിയ ശബ്ദമാണ്. കൊച്ചു ശബ്ദത്തിലാണ് ഇവർ കരയുക. അത് കാരണം നമുക്ക് സാധാരണ പൂച്ചകളുടെ അത്ര ശബ്ദമില്ല ഇതിന്. വളരെ കുറച്ച് സൗണ്ടാണ്. അതിന് പൂച്ച ശബ്ദം ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് വന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഭയങ്കര ശബ്ദം കുറവാണ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അവരെ കൊണ്ടുപോയി സമയാസമയങ്ങളിൽ ഇഞ്ചക്ഷൻ എടുക്കണം. അത് കഴിഞ്ഞ് അതിന് മരുന്ന് കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ചെയ്തോളും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.